പ്രഭാതം തുടങ്ങുകയാണ്. പത്രപ്രഭാതം തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് ദീപികയിലേക്ക് പോകാം. റബ്ബർ രാഷ്ട്രീയം പറഞ്ഞ് മുടങ്ങിക്കിടന്ന ഇൻസെൻറ്റീവ് കർഷകരുടെ അക്കൗണ്ടുകളിൽ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ദീപിക അവരുടെ മുഖപേജിൽ കൊടുത്തിരിക്കുന്നത്. കാരണം വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ റബ്ബർ പ്രശ്നവുമായി ബന്ധപ്പെട്ട്. അതായത് ഈ ദീപികയുടെ മുഖപ്രസംഗം പറയുന്നത്, മുഖപ്രസംഗമല്ല, അവരുടെ പ്രധാന പേജിലെ ഒന്നാം പേജിലെ ലീഡ് വാർത്തയാണ്. റബ്ബർ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ മുടങ്ങിക്കിടന്ന ഇൻസെൻറ്റീവ് കർഷകരുടെ അക്കൗണ്ടിൽ. കണ്ണൂരിൽ നിന്നും റനീഷ് മാത്യു ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പ്ലാമ്പാനി പറഞ്ഞിരുന്നു, ഏറ്റവും കൂടുതൽ റബ്ബർ കർഷകർക്ക് പണം നൽകുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന, അതിൽ റബ്ബർ കർഷകർക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഒപ്പം നിൽക്കുമെന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് മുടങ്ങിക്കിടന്ന ഇൻസെൻറ്റീവ് കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തിയെന്ന് റനീഷ് മാത്യു റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപികയുടെ റനീഷ് മാത്യു ആണ് കണ്ണൂരിൽ നിന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ദീപികയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ജോസഫ് പ്ലാമ്പാനി സംസാരിക്കുന്നു. അതായത് ഞങ്ങൾ കർഷക പക്ഷത്ത്, ദീപികയുടെ മുഖപ്രസംഗത്തിൽ ഞങ്ങൾ കർഷക പക്ഷത്ത് എന്ന ജോസഫ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാമ്പാനിയുടെ ഒരു മുഖപ്രസംഗം അടങ്ങുന്ന ഒരു ഇൻ്റർവ്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. BJPക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ അനാവശ്യമായ പ്രസ്താവനകളും ഇടപെടലുകളും കാരണമായിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കർഷകരുടെ വിഷയമായി മാത്രം മനസ്സിലാക്കുന്നതിന് പകരം ഇത് സഭയെയും BJPയും തമ്മിലുള്ള ഏതോ വലിയ അലയൻസ് ആണ് എന്ന മട്ടിലാണ് ഈ തൻ്റെ പ്രസ്താവനയെ വ്യാഖ്യാനിച്ചത് അല്ലെങ്കിൽ വളച്ചൊടിച്ചത് എന്നാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാമ്പാനി തൻ്റെ ഈ അഭിമുഖത്തിൽ, അതായത് മുഖപ്രസംഗത്തിൻ്റെ അഭിമുഖത്തിൽ പറയുന്നത്. ദീപിക അത് പ്രധാനപ്പെട്ട ഒരു ലീഡ് വാർത്തയായി ഈ വാർത്തയെ കാണുന്നു. കാരണം ദീപികയെ സംബന്ധിച്ചിടത്തോളം എന്നും കർഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു പത്രം തന്നെയാണ്. കത്തോലിക്ക സഭയുടെ CMA സഭയുടെ നേതൃത്വം നൽകുന്ന ഒരു പത്രം കൂടിയാണ് ദീപിക. അതുകൊണ്ട് തന്നെ ദീപികയുടെ ഈ എഡിറ്റോറിയൽ മുഖപ്രസംഗത്തിൽ പ്രസക്തിയേറെയാണ്. പ്രത്യേകിച്ച് മാർ ജോസഫ് പ്ലാമ്പാനിയുമായുള്ള ഈ അഭിമുഖം. ജോസഫ് പ്ലാമ്പാനിയുമായുള്ള ഈ അഭിമുഖത്തിൽ നിന്നും നേരെ കേരള കൗമുദിയുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ലീഡ് വാർത്തയിലേക്ക് പോകുമ്പോൾ സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വാർത്തയാണ്. അതിൻ്റെ ഒന്നാം പേജിൽ കേരള കൗമുദി നൽകിയിരിക്കുന്നത്. മഴ വന്നില്ലെങ്കിൽ അധിക വില വരും. ഈ വേനലിൽ വേണം 5300 കോടി രൂപയുടെ വൈദ്യുതി. മഴ വന്നില്ലെങ്കിൽ അധിക വില വരുമെന്ന PH സനിൽകുമാർ ബൈലൈൻ വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് വേനൽ മഴ ഉദ്ദേശിച്ച രീതിയിൽ പെയ്തില്ല എന്നുണ്ട് എങ്കിൽ കനത്ത വിലയാണ് ഇത്തവണ വൈദ്യുതിക്ക് നൽകേണ്ടി വരുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൗമുദിയിൽ ഭാരത് R6G വരുന്നു. 2030 ഇന്ത്യയിൽ 6G വരുന്നു എന്നാണ് പറയുന്നത്. 5Gയേക്കാൾ 100 മടങ്ങ് വേഗത ഉണ്ട് എന്ന് പ്രസൂൺ എസ് കണ്ടത്ത് ന്യൂഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. വികസിത രാജ്യങ്ങൾക്കൊപ്പം 5ാം തലമുറയായ 5G ടെലികോം സാങ്കേതിക വിദ്യ നടപ്പിലാക്കിയ ഇന്ത്യ 2030ഓടെ 6 മടങ്ങ് വേഗമുള്ള 6ാം തലമുറ, അതായത് 6G സേവനങ്ങൾ നടപ്പാക്കും. ഇതിനായുള്ള നയരേഖ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകാശനം ചെയ്തു. സെക്കൻഡിൽ 1 ടെറാബൈറ്റ് വരെ ശേഷിയാണ് 6Gയിൽ പ്രതീക്ഷിക്കുന്നത്. ഉപകരണങ്ങളുടെ പ്രതികരണ സമയവും വളരെ കുറവ്. 2 ഘട്ടങ്ങളിലായി 6G നടപ്പാക്കും. 6Gയുടെ രൂപകൽപ്പനയും പദ്ധതിയും തയ്യാറാക്കാൻ 2021 നവംബറിലാണ് ടെലികോം സെക്രട്ടറി രാജരാമൻ അധ്യക്ഷനായ 6G ടെക്നോളജി ഇന്നോവേഷൻ കമ്മിറ്റി രൂപീകരിച്ചതെന്ന് പ്രസൂൺ എസ് കണ്ടത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ഭാരത് 6G വരുന്നു 2030 എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ ബിഷപ്പിനെ തള്ളാതെ കോൺഗ്രസ്, അതായത് ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നു. ബിഷപ്പിനെ തള്ളാതെ കോൺഗ്രസ് എന്ന ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ദീപികയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് തന്നെ ജനയുഗം പറയുകയാണ്, ബിഷപ്പിനെ തള്ളാതെ കോൺഗ്രസ്. പ്ലാമ്പാനിയെ തള്ളിക്കളയാതെയും BJPയെ വിമർശിക്കാതെയും വീണ്ടും കോൺഗ്രസ് നേതാക്കൾ. റബ്ബറിന് 300 രൂപ വിലയാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാമെന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പ്ലാമ്പാനിയുടെ പ്രസ്താവന കർഷകരുടെ വികാര പ്രകടനമെന്നായിരുന്നു UDF കൺവീനർ MM ഹസൻ ഇന്നലെ പ്രതികരിച്ചത്. സർക്കാരിൻ്റെ
പരാജയമെന്ന് ചിലർ BJPയോട് അടുപ്പിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാൻ കാരണമായെന്നും KPCC പ്രസിഡന്റ് K. സുധാകരൻ അവകാശപ്പെട്ടു എന്നും ജനയുഗം പറയുന്നു. തലശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവന കർഷകരുടെ വികാരപ്രകടനമാകുമെന്നും റബ്ബറിന്റെ വിലയിടിവിനെതിരെ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങൾക്ക് UDFന്റെ പിന്തുണ ഉണ്ടാകുമെന്നുമായിരുന്നു MM ഹസൻ ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയുമായി വ്യക്തമാക്കിയതെന്നാണ് തിരുവനന്തപുരത്തു നിന്നും ജനയുഗം പറയുന്നത്. ബിഷപ്പിനെ തള്ളാതെ കോൺഗ്രസ് എന്ന ഒരു ഹെഡ്ലൈനോടുകൂടെ തന്നെ ജനയുഗം പറയുന്നു. മറ്റൊന്ന്, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒന്നായിരുന്നു ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ്. കൊച്ചിയിൽ വലിയ രീതിയിൽ വിവാദങ്ങളുടെ തീ തന്നെ ഉയരുന്ന സാഹചര്യം. ഇപ്പോഴും ആ വിവാദത്തിൻ്റെ തീയൊന്നും കെട്ടിട്ടില്ല. ബ്രഹ്മപുരത്ത് തീയും പുകയും കെട്ടിട്ടുണ്ട് എങ്കിലും കൊച്ചിൻ കോർപ്പറേഷനിലെ വിവാദത്തിൻ്റെ തീ ഇതുവരെയും അണയ്ക്കാൻ കഴിഞ്ഞില്ല. അത്തരത്തിലൊരു വാർത്തയാണ് മംഗളം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്രഹ്മപുരം ബയോ മൈനിങ് കടലാസ് കമ്പനിക്ക് കരാർ മറിച്ച് വിറ്റു എന്ന് രീതിയിലുള്ള ഒരു വലിയ ഹെഡ്ലൈൻ വാർത്ത ഒന്നാം പേജിൽ തന്നെ നൽകിയിരുന്നു. ഉപകരാർ നൽകിയത് പുസ്തക കമ്പനിക്ക്, സോണ്ടയുടെ ക്രമക്കേട് രേഖകൾ പുറത്ത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബൈലൈൻ ഇല്ലാത്ത ഒരു വലിയ ലീഡ് വാർത്തയായി മംഗളം ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാർട്ടൂണും കൊടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെയും ചിത്രം വെച്ചുകൊണ്ട് ബ്രഹ്മപുരം ഞങ്ങൾക്ക് മൗനവ്രതക്കാലം എന്നുള്ള തലത്തിൽ മംഗളം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണത്തിനും ബയോ മൈനിങ് കരാറെടുത്ത സോണ്ട ഇൻഫോടെക് കമ്പനി വ്യവസ്ഥകൾ ലംഘിച്ച് ഉപകരാർ നൽകിയതിൻ്റെ രേഖകൾ പുറത്ത്. 54 കോടി രൂപയ്ക്ക് കരാറെടുത്ത സോണ്ട ബയോ മൈനിങ് മുൻപരിചയമില്ലാത്ത ആരിഷ് മീനാക്ഷി എൻവയറോ കെയർ എന്ന കമ്പനി 22 കോടിക്ക് ഉപകരാർ നൽകി എന്നാണ് മംഗളം ഈ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട മംഗളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് മംഗളത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ നൽകിയിട്ടുണ്ട്. അവരുടെ മുഖപ്രസംഗമല്ല, എഡിറ്റോറിയൽ പേജിൽ മലയാളത്തെ തുറക്കുന്നത് ആര് എന്ന തലക്കെട്ടോടുകൂടെ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫിൻ്റെ ഒരു ആർട്ടിക്കിളാണ് ഉള്ളത്. മലയാളത്തെ സ്നേഹിക്കുന്നവർക്കും ആശ്വാസം നൽകുന്ന എല്ലാ നല്ല തീരുമാനങ്ങളുടെ സർക്കാർ ഉത്തരവുകൾ പുറത്തു വന്നു. അതായത് മലയാളത്തെ സ്നേഹിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന നല്ല തീരുമാനങ്ങൾ ഈയിടെ സർക്കാർ ഉത്തരവുകളായി പുറത്തു വരികയുണ്ടായി. മാറി വരുന്ന സർക്കാരുകൾ സന്തോഷത്തോടെ മുന്നോട്ട് വയ്ക്കുന്ന നയപരമായ തീരുമാനങ്ങൾ അരിഞ്ഞു വീഴ്ത്തുന്ന വിദഗ്ധരായ ഏതാനും ഉദ്യോഗസ്ഥന്മാർ ഇത്തവണ കീഴടങ്ങാതിരുന്ന സംസ്കരണ നേതൃത്വത്തിന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം തുടങ്ങുന്നത്. അതായത് മലയാളത്തെ തുറക്കുന്നതാര്, മലയാളത്തെ കൈവിടാൻ കോവിഡിനും കാരണമാക്കി, മലയാള ദിനപത്രങ്ങളും ആനുകാലികങ്ങളും സ്ഥിരമായി വായിക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ എണ്ണം അമ്പരപ്പിക്കും വിധം വർദ്ധിക്കുന്നു. 30 കൊല്ലം കോളേജിൽ മലയാളം അധ്യാപകനായിരുന്ന എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, നവമാധ്യമങ്ങൾ വഴി ഷെയർ ചെയ്യപ്പെടുന്ന പ്രത്യേക ജനുസിൽപ്പെട്ട വാർത്തകളുടെ സ്ഥിരം ഉപഭോക്താക്കളാണ് മിക്കവരും. രാഷ്ട്രീയ വിശകലനങ്ങൾക്ക് പകരം ന്യായീകരിക്കാനാവാത്തതെന്ന് പറയുന്ന ചില വിമർശനങ്ങളെല്ലാം തന്നെയും ഉൾക്കൊണ്ടുകൊണ്ട് മലയാള ഭാഷയെ തന്നെ ചിലർ വിഴുങ്ങിക്കളയുന്നു എന്നാണ് സെബാസ്റ്റ്യൻ ജോസഫ് തൻ്റെ ഈ ലേഖനത്തിൽ പറയുന്നത്. മലയാളത്തെ തുരത്തുന്നത് ആര്? മലയാള മനോരമയിലേക്ക് വരികയാണെങ്കിൽ മലയാള മനോരമയുടെ ഒന്നാം പേജിൽ അവർ പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി നൽകുന്നത് വീടാന്തരം പരിശോധന, ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണം പിടിക്കും. വീടാന്തരം പരിശോധന മെയ് 15-നകം സ്വമേധയാ അറിയിച്ചാൽ പിഴയില്ല, ഇല്ലെങ്കിൽ അധിക കെട്ടിട നികുതിയും പിഴയും വരും. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുള്ള നിർമ്മിതികളും കൂട്ടിച്ചേർക്കലുകളും കണ്ടെത്താൻ വീടാന്തരം കയറിയുള്ള പരിശോധന ഉടൻ തുടങ്ങുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കാതെ നടത്തിയ എല്ലാ നിർമ്മാണങ്ങളും പരിശോധനയിൽ കണ്ടെത്തും. മെയ് 15-ന് മുൻപ് കെട്ടിട ഉടമ സ്വമേധയായി തദ്ദേശ സ്ഥാപന സെക്രട്ടറിയെ രേഖാമൂലം വിവരം അറിയിച്ചാൽ പിഴയിൽ നിന്നും രക്ഷപ്പെടാം. പരിശോധന ജൂൺ 30-ന് പൂർത്തിയാക്കി അധിക കെട്ടിട നികുതിയും പിഴയും ചുമത്താൻ നിർദ്ദേശിച്ചു. തദ്ദേശ വകുപ്പ് ഉത്തരവ് ഇറക്കി എന്നും മലയാള മനോരമ റിപ്പോർട്ട് പറയുന്നു. ഉടമ അറിയിച്ചാലും ഇല്ലെങ്കിലും കെട്ടിടങ്ങളുടെ ശരാശരി വിവരം ഫീൽഡ് ഓഫീസർമാർ പരിശോധിച്ച് സോഫ്റ്റ്വെയർ ചേർക്കുകയും മാറ്റം വന്ന കാലം മുതലുള്ള അധിക നികുതി നിർണ്ണയിക്കുകയും ചെയ്യും. വിവരശേഖരണത്തിനും ഡേറ്റ എൻട്രിക്കുമായി സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ITI ഡ്രാഫ്റ്റ്മാൻ, സിവിൽ ITI സർവേയർ എന്നിവയെ കുറയാത്ത യോഗ്യതയുള്ളവരെ നിയോഗിക്കുമെന്നും മലയാള മനോരമയിൽ പറയുന്നു. കുറഞ്ഞ പിഴ 1000 രൂപ എന്ന ഒരു സബ് ടൈറ്റിൽ മറ്റൊരു കോളം വാർത്തയായി മലയാള മനോരമ ഈ വാർത്തയിൽ ലീഡ് വാർത്തയെ നൽകുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്ത നൽകുന്നു.
മനോരമയുടെ മറ്റ് ഉൾപേജിലേക്ക് വരികയാണ് എങ്കിൽ മലയാള മനോരമയുടെ നേർക്കാഴ്ച പേജിൽ ഫയലിൽ കുരുങ്ങി ജീവിതം, ലക്ഷം ലക്ഷം ജീവിതം. എം മുഹമ്മദ് ഷാഫി പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഫയൽ തീർപ്പാക്കൽ തീവ്രയജ്ഞം നടത്തിയിട്ടും കെട്ടിക്കിടക്കുന്നത് ലക്ഷക്കണക്കിന് ഫയലുകൾ. സർക്കാരിന്റെ കണക്ക് പ്രകാരം 2022 മാർച്ച് 31 വരെ തീർക്കാനുണ്ടായിരുന്ന ഫയലുകളുടെ എണ്ണം 17 ലക്ഷത്തോളമാണ്. ഇതിൽ 8 ലക്ഷത്തോളം ഇപ്പോഴും തീർപ്പാക്കാതെ കിടക്കുന്നു. ഇതിനു പുറമെ 2023 മാർച്ച് വരെയുള്ള പുതിയ ഫയലുകൾ വേറെയും. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2022 ജൂൺ 15 മുതൽ സെപ്റ്റംബർ 30 വരെ ഫയൽ തീർപ്പാക്കൽ യജ്ഞം നടപ്പാക്കിയിരുന്നു. സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് ഓഫീസുകൾ വരെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. അവധി ദിവസങ്ങളിൽ ജോലി ചെയ്ത് ഫയൽ തീർപ്പാക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആഹ്വാനം. ഭരണാനുകൂല സംഘടനകൾ ഈ ആഹ്വാനം ഏറ്റെടുക്കുകയും ഞായറാഴ്ചകളിൽ ജോലിക്കെത്താൻ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന് വൻ പ്രചാരണം നടത്തി. എന്നിട്ടും കാര്യമായ പ്രയോജനമുണ്ടായില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതായത് 7.9 ലക്ഷം ഫയലുകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നു എന്നാണ് മലയാള മനോരമയിൽ എം മുഹമ്മദ് ഷാഫി പത്തനംതിട്ടയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഫയലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പ്രവാസ കാര്യത്തിൽ 683 ഫയലുകളാണ് ഇപ്പോഴും കെട്ടിക്കിടക്കുന്നത് എന്ന് പറയുന്നു. നേരെ മാതൃഭൂമിയിലേക്ക് വരികയാണ്. മാതൃഭൂമിയിൽ നികുതി നിശ്ചയിച്ച കെട്ടിടങ്ങൾക്ക് രൂപമാറ്റം, സർക്കാർ കർശന നടപടി. MK സുരേഷ് ബാബു തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ മലയാള മനോരമ ഒന്നാം പേജിൽ ലീഡ് വാർത്തയായി ബൈലൈൻ ഇല്ലാതെ കൊടുത്തിരുന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്നും MK സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. കർശന നടപടിക്ക് സർക്കാർ. നികുതി നിശ്ചയിച്ച കെട്ടിടങ്ങളുടെ രൂപമാറ്റം. പുതുക്കിയ കെട്ടിട വിവരം മെയ് 15 അറിയിക്കണം. ഇല്ലെങ്കിൽ പിഴ. പരിശോധിക്കാൻ സംഘം വീടുകളിലെത്തും. പുതിയ നികുതി നിരക്കുകൾ ഏപ്രിൽ 1 മുതലാണ് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത്. താമസാവശ്യത്തിനായ 60 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് നികുതിക്ക് ഇളവുണ്ട് എന്നും MK സുരേഷ് ബാബു പറയുന്നു. കെട്ടിടങ്ങൾക്ക് മാറ്റം വരുത്തിയ വിവരം 30 ദിവസത്തിനകം തദ്ദേശ സ്ഥാപന സെക്രട്ടറിയെ രേഖാമൂലം അറിയിച്ചില്ലെങ്കിൽ 1000 രൂപ പിഴ ഈടാക്കാമെന്ന വ്യവസ്ഥ. വർദ്ധിപ്പിച്ച നികുതി 1000 രൂപയേക്കാൾ അധികമാണ് എങ്കിൽ ആ തുകയാണ് പിഴയായി നൽകേണ്ടി വരിക. പുതിയ കെട്ടിടം പൂർത്തിയായതും ഉപയോഗിക്കുന്നതും 15 ദിവസത്തിനകം അറിയിച്ചില്ലെങ്കിൽ 500 രൂപയിൽ കവിയാത്തതാണ് തുക. ഇത് മെയ് 15 അറിയിച്ചാൽ പിഴ ഒഴിവാക്കുമെന്നും MK സുരേഷ് ബാബു തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു വാർത്ത ദ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ജലീലിൻ്റെ ഒരു പ്രസ്താവന. അതായത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പിനുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ ജലീൽ പറഞ്ഞിരുന്നു. അതായത് ഈസ് ദ 300 ദ വാല്യൂ ഓഫ് ദ 13 സിൽവർ കോയിൻസ് ഡ്യൂറിംഗ് ദ Modiria should not one have a head on the body to go receive the prize offered by BJP for rubber എന്നാണ് ജലീൽ ഇന്നലെ ഫേസ്ബുക്കിൽ പറഞ്ഞത്. അതായത് തലയ്ക്ക് മുകളിൽ, അതായത് ശരീരത്തിന് മുകളിൽ തല കാണുമോ BJPയിൽ പോയാൽ എന്ന തരത്തിൽ വിമർശനാത്മകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു ഇന്നലെ KT ജലീൽ പങ്കുവച്ചത്. ഇതിന് സുധാകരൻ പറഞ്ഞിരുന്നു ഇത് വിവാദപരമായ ഒരു പോസ്റ്റാണ്. ജലീൽ ഹാസ് ആസ്ക്ഡ് ടു ഇഫ് വൺ വിൽ ഓഫ് എ ഹെഡ് ഓഫ് ദ ബോഡി ടു റിസീവ് ദ പ്രൈസ് ഓഫ് എ ടു റബ്ബർ ദിസ് ഇസ് ബ്ലാൻഡ് ടു ദേറ്റ് ഔട്ട് ലൈഫ് ഇൻ K സുരേന്ദ്രൻ എന്ന സെപ്പറേറ്റ് കോളം വാർത്തയായിട്ട് ഈ K സുരേന്ദ്രൻ്റെ ഈ വാർത്ത, K സുരേന്ദ്രൻ പറഞ്ഞ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് ലീഡ് വാർത്തയായി, പ്രധാന വാർത്തയായി 1ാം പേജിൽ തന്നെ നിൽക്കുന്നു. CPM backed in the dependent MLA, the former Minister KT Jaleel, Facebook post on Thalasheri Archbishop Joseph Pampani statement from the Isan farmers supporting to BJP എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഈ വാർത്ത തുടങ്ങുന്നത്. ഫിക്സ്ഡ് എ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP ₹300 for rubber has sparked for converted to the BJP state president K Surendran demanding that a criminal case to registered against KT Jaleel for the issue in blinded to the Archbishop life. In the Facebook post on Wednesday, Jaleel invoked the biblical in 30 pieces still that reference of Judas എന്ന് പറയുന്നു. യുദാസിൻ്റെ 30 വെള്ളിക്കാശിനോട് താരതമ്യം ചെയ്തുകൊണ്ട് KT ജലീൽ നടത്തിയ ഈ പരാമർശം പിൻവലിക്കുക, ഒപ്പം തന്നെ KT ജലീലിനെതിരെ കേസ് എടുക്കണമെന്നും പറയുന്നു K സുരേന്ദ്രൻ. അതൊരു ലീഡ് വാർത്തയായി ഇന്ന് ദ ടൈംസ് ഓഫ് ഇന്ത്യ നൽകുന്നു.
നേരെ ദ ടെലിഗ്രാഫിലേക്ക് വരികയാണ്. ടെലിഗ്രാഫ് അതിൻ്റെ ലീഡ് വാർത്തയായി അത് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നടന്ന പ്രക്ഷോഭങ്ങളെല്ലാം തന്നെയും നൽകുന്ന ദ ടെലിഗ്രാഫ് പൂർണ്ണമീറ്റർ പ്ലസ് പൂർണ്ണമീറ്റർ എന്ന രീതിയിൽ ടെലിഗ്രാഫിൻ്റെ ലീഡ് വാർത്തയായി ദ ടെലിഗ്രാഫ് നൽകുന്നു. പാർലമെൻറ്റിൽ പ്രതിപക്ഷ എംപിമാർ നടത്തുന്ന സമരം. ഓപ്പോസിഷൻ എംപീസ് ടേക്ക് ദ പ്രൊട്ടസ്റ്റ് ഓഫ് ദി ഫസ്റ്റ് ഫ്ലോർ ഇൻ പാർലമെൻറ്റ് ഹൗസ്, ദ ഹാങ്ങിങ് ഓൺ ബാൽക്കണി ബാനർ സീക്കിംഗ് എ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പ്രൊബൈബ് ഇൻ ടു ദി അദാനി കോൺട്രവേഴ്സി. അദാനിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെയും. ടെലിഗ്രാഫ് അതാണ് ഏറ്റവും വലിയ കോളം വാർത്തയായി നൽകുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ഒരു ചിത്രവും ദ ടെലിഗ്രാഫ് നൽകുന്നു. PTI എടുത്ത ഒരു ചിത്രമാണ് ടെലിഗ്രാഫ് നൽകുന്നത്. നേരെ മാതൃഭൂമിയുടെ എഡിറ്റോറിയലിലേക്ക് വരികയാണ്. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ കർഷകരെ ഇനിയും സമരത്തിന് ഇറങ്ങരുത് എന്ന രീതിയിൽ മാതൃഭൂമി അവരുടെ എഡിറ്റോറിയൽ പേജ് പറയുന്നു. അതായത് 2021 രാജ്യത്തെ പിടിച്ചുകുലുക്കിയ കർഷക സമരത്തിൻ്റെ കനലുകൾ അണഞ്ഞിട്ടില്ലതിൻ്റെ സൂചനകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു തുടങ്ങി. അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരിക്കൽ കൂടി സമരത്തിനിറങ്ങേണ്ട അവസ്ഥയിലേക്ക് കർഷകർ ഇറക്കിയിരിക്കുന്നു. അന്ന് സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ ഇപ്പോഴും പാലിച്ചിട്ടില്ല എന്നാണ് അവരുടെ പരാതി. കഴിഞ്ഞ ആഴ്ച നാസിക്കിൽ കർഷകർ നടത്തിയ ലോങ് മാർച്ചിന്റെ വിജയം അവരുടെ ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ നേരത്തെ നടന്നതിനേക്കാൾ ശക്തമായ സമരമുണ്ടാകുമെന്ന് കർഷക നേതാവ് ദർശൻ പാൽ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇതിന് മുന്നോടിയായി മാർച്ച് 30 ഡൽഹിയിൽ സംയുക്ത കിസാൻ മോർച്ച കർഷക സംഘങ്ങളുടെ യോഗം വിളിച്ചു. ഏപ്രിൽ 5 മസ്ദൂർ കിസാൻ സംഘർഷ് റാലിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർഷകരുടെ സംഘബോധത്തിന്റെ വിജയമാണ് ഡൽഹിയിൽ ഉണ്ടായത്. ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ 2021 നവംബർ 19 കേന്ദ്രത്തിന് കർഷക ബിൽ പിൻവലിക്കേണ്ടി വന്നു. കർഷകർക്ക് ഭാവിയിൽ ഉപകാരപ്രദമായേക്കാവുന്ന ചില വ്യവസ്ഥകൾ ബില്ലിലുണ്ടായിരുന്നു. എന്നാൽ തങ്ങൾക്ക് തിരിച്ചടിയായേക്കാവുന്ന നിയമങ്ങളെ അവർ അതിലേറെ ഭയപ്പെടുന്നു. അന്ന് സമരം അവസാനിപ്പിക്കാൻ കർഷകർ മുന്നോട്ട് വെച്ച ഒട്ടേറെ ഉപാധികളുണ്ട്. അതാണ് ഇപ്പോഴും എവിടെയും എത്താതെ കിടക്കുന്നത്. ഓരോ ബജറ്റും കോർപ്പറേറ്റുകളെ വളർത്തിയെടുക്കുന്നതോടൊപ്പം തങ്ങളെ തളർത്തുന്നതാണെന്ന് കർഷകർ തിരിച്ചറിയുന്നുണ്ട്. പ്രധാന ആവശ്യമായ വിളകൾക്ക് മിനിമം താങ്ങുവില എന്ന പ്രഖ്യാപനം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. താങ്ങുവില നിർണ്ണയിക്കാൻ കേന്ദ്രം രൂപീകരിച്ച കമ്മിറ്റിയോട് അവർക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. കർഷകരെ കൂടി ചേർത്ത് ആ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. പുതിയ വൈദ്യുതി നിയമ ഭേദഗതി ബില്ല് കർഷകരുടെ നടുവൊടിക്കുന്നതാണ്. അത് പിൻവലിക്കാനും കർഷകർക്ക് കർഷക വായ്പകൾ എഴുതിത്തള്ളാനുമുള്ള ആവശ്യത്തോടും കേന്ദ്രം മുഖം തിരിക്കുകയാണ് ചെയ്തത്. കർഷക സമരത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോഴും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ലങ്കിപ്പൂർ ഏരിയയിലെ കർഷക കൊലയുടെ സൂത്രധാരൻ ആരോപിക്കപ്പെട്ട പ്രതിയുടെ പിതാവ് അജയ് മിശ്ര ഇപ്പോഴും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായി തുടരുന്നു. അദ്ദേഹത്തെ പുറത്താക്കണമെന്ന ആവശ്യത്തോടും കേന്ദ്രം പ്രതികരിച്ചിട്ടില്ല. ഇക്കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ട് കർഷക സംഘടനകളുടെ കൂട്ടായ്മ കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമറിന് നിവേദനം നൽകിയിട്ടുണ്ട്. ഇതിനോടുള്ള പ്രതികരണത്തിനനുസരിച്ചും തങ്ങളോടുള്ള അടുത്ത ചുവടെന്ന് കർഷക നേതാക്കൾ പറയുന്നു. ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി, കടുക് തുടങ്ങി കൃഷികൾക്കെല്ലാം ഇത്തവണ വലിയ നഷ്ടത്തിലാണ് എന്നാണ് മാതൃഭൂമി അവരുടെ എഡിറ്റോറിയൽ പേജിൽ മുഖപ്രസംഗമായി പറയുന്നത്. ഒപ്പം തന്നെ കർഷകരുടെ കരുതലായി മഹാരാഷ്ട്ര എന്ന ഒരു സൈഡ് വാർത്ത പറയുന്നു. കർഷകരുടെ കുരുതി നിലമായി മഹാരാഷ്ട്ര മാറിയെന്ന് എൻ ശ്രീജിത്ത് മാതൃഭൂമിയിൽ തന്നെ മുഖപ്രസംഗത്തോട് ചേർന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്ര കത്ത് എന്നുള്ള പേജിൽ അത്തരത്തിൽ വലിയ രീതിയിൽ ഉള്ള ഒരു കർഷകർക്ക് വേണ്ടി ഇന്ന് മാതൃഭൂമിയുടെ ഒരു പേജ് മാറ്റിവെച്ചു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. 1170 പേരാണ് ആത്മഹത്യ ചെയ്തത് എന്നും മാതൃഭൂമിയുടെ ഈ ഒരു ലേഖനത്തിൽ ഈ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ നേരെ റംസാൻ വ്രതം തുടങ്ങിക്കഴിഞ്ഞു. ഒരു ചിത്രത്തിലേക്ക് വരികയാണ്. ഇന്നത്തെ പത്രങ്ങളുടെ ഫോട്ടോകൾ പരിശോധിക്കുമ്പോൾ കേരള കൗമുദിയുടെ ഫോട്ടോഗ്രാഫർ രോഹിത് തയ്യിൽ എടുത്ത ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിലേക്ക് വരികയാണ്. മാസപ്പിറവി ദൃശ്യമായതോടെ കേരളത്തിൽ ഇന്നു മുതൽ റംസാൻ വ്രതം. വിശ്വാസികൾക്ക് ഇനി ഒരു മാസക്കാലം വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾ. കോഴിക്കോട് കാപ്പാടും തമിഴ്നാട് കള്ളച്ചിലുമാണ് മാസപ്പിറവി കണ്ടത്. ഇന്ന് റംസാൻ ഒന്നായിരിക്കുമെന്നാണ് സമസ്ത കേരളം ജമാഅത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രിക്കോയ തങ്ങൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കാന്തപുരം എ പി
അബൂബക്കർ മുസ്ലിയാർ പാളയം ഇമാം ഡോക്ടർ VP സുബൈബ് മൗലവി എന്നിവർ അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു മനോഹരമായ ഒരു ചിത്രം ഒന്നാം പേജിൽ തന്നെ കേരള കൗമുദിയുടെ ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയുടെ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നതും ഈ മുഖചിത്രമാണ്. വളരെ മനോഹരമായ ഒരു ചിത്രം. ഇന്നത്തെ കാർട്ടൂണിലേക്ക് വരികയാണ് എങ്കിൽ ഈ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാർട്ടൂണാണ് ഇന്ന് ദീപികയിൽ രാജു നായർ പറഞ്ഞ ഒരു കാർട്ടൂൺ. രാജു നായരുടെ കാർട്ടൂൺ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം ഞായറാഴ്ചത്തിലേക്ക് മാറ്റി. ശനിയാഴ്ച അരിക്കൊമ്പന് കാട്ടിൽ 3-4 പരിപാടിയുണ്ട്, തീരെ ഒഴിവില്ല എന്ന് പറയുന്ന മനോഹരമായ ചിന്തിപ്പിക്കുന്ന ഒരു കാർട്ടൂണാണ് രാജു നായർ നൽകിയത്. രാജു നായരുടെ ആ കാർട്ടൂൺ വളരെ മനോഹരമായ ഒരു കാർട്ടൂണാണ്. രാജു വളരെ മനോഹരമായ ഒരു കാർട്ടൂൺ രാജു നായരുടെ കാർട്ടൂൺ തന്നെ ഏവരെയും ചിന്തിപ്പിക്കുന്ന ഒരു കാർട്ടൂണാണ്. മറ്റൊന്ന് ആദ്യം നൽകിയ മലയാള മനോരമയുടെ വാർത്തയിലേക്ക് വരികയാണ്. മലയാള മനോരമയും മാതൃഭൂമിയും നൽകിയ വാർത്ത, അതായത് വീടാന്തരം പരിശോധന എന്നുള്ള ആ ഒരു വാർത്ത, അത് ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ മാതൃഭൂമിയും മനോരമയും ഈ വാർത്തയ്ക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി, ഒന്നാം പേജിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ പത്രങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാള മനോരമയും മാതൃഭൂമിയും ഒന്നാം പേജിൽ തന്നെ ഈ വാർത്തകൾ നൽകുന്നു. മറ്റു പത്രങ്ങൾ ഈ വാർത്തകളെ ആ രീതിയിൽ തന്നെ എടുക്കുന്നില്ല. മാതൃഭൂമി മനോരമയുമാണ് ഈ വാർത്ത ഗൗരവപൂർവ്വം എടുക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഈ മാതൃഭൂമിയിലും മനോരമയും ഈ വാർത്ത നൽകിയിരിക്കുന്ന രീതികൾക്കും ഒരു വ്യത്യാസമുണ്ട്. അതായത് മനോരമയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: വീടാന്തരം പരിശോധന, മെയ് 15-നകം സ്വമേധയെ അറിയിച്ചില്ലെങ്കിൽ പിഴയില്ല, ഇല്ലെങ്കിൽ അധിക കെട്ടിട നികുതി പിഴയും വരും. മാതൃഭൂമി ഈ വാർത്തയിൽ നൽകുന്നത് നികുതി നിശ്ചയിച്ച കെട്ടിടങ്ങൾക്ക് രൂപമാറ്റം വരുത്തിയാൽ കർശന നടപടിക്ക് സർക്കാർ എന്നാണ് മാതൃഭൂമി ഈ വാർത്തയെ നോക്കിക്കാണുന്നത്. മാതൃഭൂമി ഈ വാർത്തയെ അങ്ങനെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പത്രങ്ങളുടെ തലക്കെട്ടുകളിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. പത്രങ്ങളെല്ലാം തന്നെയും ഈ കെ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞ ആർച്ച് ബിഷപ്പ് പ്രാധാന്യമായി പറഞ്ഞ വാർത്തകളൊന്നും തന്നെയും ഒന്നാം പേജിൽ അവർ നൽകിയിട്ടില്ല. ഒന്നാം പേജിൽ എല്ലാ പത്രങ്ങളും മുൻതൂക്കം രണ്ട് പത്രങ്ങൾ, മുഖ്യധാര 2 പത്രങ്ങളായ മലയാള മനോരമയും മാതൃഭൂമിയും ഈ വീടാതുള്ള പരിശോധന ഒരു പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി നൽകിയിരിക്കുകയാണ് മാതൃഭൂമിയും മനോരമയും. ഇതാണ് ഇന്നത്തെ പത്രവിശകലനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത്. 2 മംഗളം ദിനപത്രത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വീണ്ടും നമുക്കൊന്ന് പോകാം. മംഗളം പത്രത്തിൽ മലയാള ഭാഷയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളാണ് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ. അതുകൊണ്ട് തന്നെ മലയാളിക്കും അഭിമാനിക്കാവുന്ന മലയാള മാതൃഭാഷയെ കൊല്ലുന്ന വിധം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അതിനെ എങ്ങനെയാണ് തേജോവധം ചെയ്യുന്നത് എന്ന് വ്യക്തമായി തന്നെ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് മലയാള ദിനപത്രത്തെ, അതായത് മലയാളത്തിൻ്റെ കൊല്ലുന്ന രീതി, മലയാളം ഭാഷയെപ്പറ്റി, മലയാളത്തെ തുറക്കുന്നത് ആര് എന്ന രീതിയിൽ മംഗളത്തിൽ മലയാളത്തെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്. അത് മംഗളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇന്ന് നൽകിയിട്ട് ഉണ്ട്. കൗമുദി സാധാരണക്കാരനെ പേടിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സാധാരണക്കാരന് പോക്കറ്റ് കാലിയാക്കുന്ന രീതിയിൽ, സാധാരണക്കാരനെ ഷോക്ക് അടിക്കുന്ന രീതിയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൗമുദി നൽകിയിരിക്കുന്നു. മഴ വന്നില്ലെങ്കിൽ അധിക വില വരുമെന്ന് കൗമുദി നൽകിയിരിക്കുന്നു. മഴ വന്നില്ലെങ്കിൽ അധിക വില വരുമെന്ന് കൗമുദി നൽകിയിരിക്കുന്നു. ഈ വേനൽ മഴയിൽ വേണം 5300 കോടി രൂപയുടെ വൈദ്യുതി എന്ന കൗമുദി നൽകുന്നു. കൗമുദി നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ലീഡ് വാർത്തയും അത് തന്നെയാണ്. സർചാർജ് വരുമെന്നടക്കമുള്ളത് പറയുന്നു. സർചാർജ് വരുമെന്ന് പറയുന്നു കൗമുദി ഈ വാർത്തയെ അങ്ങനെയാണ് നോക്കി കാണുന്നത്. ഒപ്പം തന്നെ ഭാരത് 6G, അതായത് 5G യുഗത്തിൽ നിന്ന് നമ്മൾ 6G യുഗത്തിലേക്ക് പോകുന്നു എന്നാണ്
കൗമുദിയുടെ മറ്റൊരു പേര്. 6G കൗമുദി അത് പറയുന്നു. അതായത് വികസിത രാജ്യങ്ങൾക്കൊപ്പം 5ാം തലമുറ, അതായത് 5Gയിൽ നിന്നും ഇന്ത്യ കുതിക്കുകയാണ്. 2030 6G വരും. അതിൻ്റെ നയരേഖ പറയുന്നു. നയരേഖ പറയുന്നത് 2023-25 ആദ്യഘട്ടം, ആദ്യഘട്ടം വരുന്നത് 2023 മുതൽ 25 വരെയാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 2025 മുതൽ 2030 വരെ അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നു. 90% വീടുകളിലും അതിവേഗ ബ്രോഡ്ബാൻഡ് എന്നാണ് കൗമുദി ഇക്കാര്യത്തിൽ പറയുന്നത്. ഈ കൗമുദി ഇത് പറയുന്നത് നയരേഖയുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. 5 കോടി വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിക്കുമെന്നും പറയുന്നു ഈ കൗമുദി ഇന്നത്തെ ഈ വാർത്തയിൽ. 60 ദൈനംദിന ജീവിതങ്ങൾ, അതായത് സ്മാർട്ട് ക്ലാസുകൾ, വിദൂര വിദ്യാഭ്യാസം, ഡിജിറ്റൽ സ്കൂൾ, റോബോട്ടിക് സർജറി, ഓപ്പൺ ലൈൻ ചികിത്സ, ഓട്ടോമാറ്റിക് ലാബുകൾ, സ്മാർട്ട് മാലിന്യ സംസ്കരണം, POS ഇടപാടുകൾ എല്ലാം തന്നെയും ഇതിനകത്ത് അതിവേഗം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ നയരേഖയിൽ പറയുന്നത്. നയരേഖയുടെ ശുപാർശയും ഇങ്ങനെയാണ്: ഗവേഷണത്തിനും വികസനത്തിനും ലബോറട്ടറികൾ, വ്യവസായ സ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, അക്കാഡമിക് സ്ഥാപനങ്ങൾ എന്നിവയും അതിവേഗം നടപ്പിലാക്കണമെന്നാണ് കൗമുദി ഈ ഘട്ടത്തിൽ 6Gയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. 6Gയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൗമുദി അങ്ങനെയാണ് പറയുന്നത്. മറ്റ് ബ്രഹ്മപുരത്തേക്ക് വീണ്ടും വരികയാണ്. മംഗളം ബ്രഹ്മപുരം ഇങ്ങനെയാണ് പറയുന്നത്: ബ്രഹ്മപുരത്തെ ബയോമൈനിങ് കടലാസ് കമ്പനിക്ക് വിറ്റു, കരാർ മറിച്ചു വിറ്റു. ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണത്തിനും ബയോമൈനിങ് കരാറേറ്റ സോണ്ട ഇൻഫോ കമ്പനി വ്യവസ്ഥകൾ ലംഘിച്ച് ഉപകരാർ നൽകി എന്നതിൻ്റെ രേഖകൾ പുറത്തായി എന്നാണ് ഇത് പറയുന്നത്. സോണ്ട കമ്പനി 22 കോടിക്ക് നൽകി എന്നാണ് ഇത് മംഗളം പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പത്രവിശേഷങ്ങൾ. ഇനി അടുത്ത വാർത്താ ബുള്ളറ്റുമായി ഭദ്ര എസ് നായർ കാത്തിരിപ്പുണ്ട്. ന്യൂസ് സ്റ്റുഡിയോയിൽ നേരെ ഭദ്രയിലേക്ക് പോകുന്നു.